ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഴഞ്ചക്ക വെച്ചിട്ട് ചക്ക കൂട്ടാൻ ഉണ്ടാക്കിയതാണ്. പഴഞ്ചക്കയാണ് കേട്ടോ, വരിക്കച്ചക്കയല്ല. ചൂടുള്ള ചക്ക കൂട്ടാൻ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പഴഞ്ചക്ക തന്നെ എടുക്കണം എന്ന് പറയുന്നത് നന്നായി വെന്ത് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വരിക്കച്ചക്ക അതുപോലെ ഉടഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ നല്ല മൂത്ത പഴഞ്ചക്കയാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം. ഏത് രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും ഇത് വെന്താൽ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കാന്താരിമുളക്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണ്ട, ഉപ്പും ചേർത്തിട്ട് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. 4 വിസിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അടുപ്പിച്ചിട്ടുള്ളത്. ഓരോ ചക്കയും ഓരോ തരത്തിലായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒതുക്കി വെച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഇത് കഴിക്കാൻ ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പഴഞ്ചക്ക കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതേ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.